ഗൈസ്, സെക്യൂരിറ്റി ഒന്നുമില്ലാണ്ട് 50 ലക്ഷം വരെ എഡ്യൂക്കേഷൻ ലോൺ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാ കിട്ടും. ഞാൻ എന്നാ അങ്ങനെ കേട്ടോ വന്നത്. വെറും യൂണിവേഴ്സിറ്റിയുടെ പേര് കൊണ്ട് 50 ലക്ഷം വരെ ലോൺ എടുത്തിട്ടാണ് ഞാൻ വന്നത്. അതെങ്ങനെയാണെന്നറിയണ്ടേ? So if you're planning to study in abroad, especially in Australia, then ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. കാരണം this literally save your time and stress. അപ്പൊ എങ്ങനെയാ തുടങ്ങിയാലോ? വെൽക്കം ടു ഓസി ടേൽസ്. ഒരാഴ്ച കൊണ്ട് 50 ലക്ഷം വരെ വരുന്ന എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഓണസ്റ്റ്ലി, സ്റ്റഡി അബ്രോഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. അതിൽ ഏറ്റവും സ്ട്രെസ്ഫുൾ എന്ന് ഞാൻ പറയാ സ്റ്റുഡൻറ് ലോൺ എടുക്കുന്നതാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ വീട് വെക്കണം, അല്ലെങ്കിൽ പ്രോപ്പർട്ടി വെക്കണം, അതിന്റെ കരം വെക്കണം, അതിന്റെ സിഗ്നേച്ചർ, അത് ഹോൾഡേഴ്സിന്റെ സിഗ്നേച്ചേഴ്സ് വെക്കണം. സോ അങ്ങനെ എന്തുമാത്രം പ്രോസസ് കടന്നാലേ അതൊന്ന് സാങ്ഷൻ ആവുള്ളൂ. സോ അത് ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് ഞാൻ പറയാം. ബട്ട് ഫോർച്ചുനേറ്റ്ലി എനിക്ക് SBIയുടെ ഹെൽപ്പ് കൊണ്ടും എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് കൊണ്ടും എനിക്ക് ഈ പ്രോസസ്സ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അപ്പൊ ഏതാണ് ഈ ലോൺ എന്ന് അറിഞ്ഞാലോ? ഞാൻ പഠിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലാൻഡിലാണ്. അത് ഓസ്ട്രേലിയ നമ്പർ 6 റാങ്കിങ് വരുന്ന യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് സത്യം പറയട്ടെ, എനിക്ക് ലോൺ കിട്ടാൻ മേജർ റീസൺ ആ റാങ്കിങ് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ വന്ന ലോണിന്റെ പേരെന്താണെന്ന് അറിയട്ടെ? അതാണ് SBIയുടെ ഗ്ലോബൽ അഡ്വാൻറ്റേജ് സ്കീമിലൂടെയാണ് ഞാൻ വന്നത്. ഞാൻ എന്റെ ലിങ്ക് താഴെ കൊടുക്കാം. എന്താണ് അതിന്റെ പ്രൊസീജിയർ, പ്രോസസ്? അതിലൂടെ അവർ നൽകുന്നത് പ്രീമിയം കോളേജസിൽ ഓഫർ ലെറ്റർ കിട്ടിയ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാണ്. ആ ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ലിസ്റ്റിൽ UKയുടെയും USA കാനഡയിലെയും യൂണിവേഴ്സിറ്റീസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ പ്രീമിയം കോളേജസിന്റെ ഓൾമോസ്റ്റ് ഒരു 150 കോളേജസ് അറൌണ്ട് ദ വേൾഡ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും പ്രീമിയം കോളേജസ് ആയിരിക്കും. ആ ലിസ്റ്റ് ചെയ്ത കോളേജസിൽ നിങ്ങളുടെ കോളേജിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ സാങ്ഷൻ ആവും. ഇപ്പൊ നിങ്ങൾ ഓസ്ട്രേലിയയിലാണ് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രൂപ്പ് ഓഫ് 8 കോളേജസ് ഉണ്ട്. അതിന്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അപ്പൊ ആ ലിസ്റ്റ് ഓഫ് കോളേജസിൽ നമ്പർ 33 കിടക്കുന്നത് എന്റെ കോളേജാണ്. അപ്പൊ അതിലൂടെയാണ് എനിക്ക് ഈ ലോൺ കിട്ടിയത്. അപ്പൊ ഈ ലിസ്റ്റിൽ 150ഓളം കോളേജസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ കോളേജസിൽ അപ്രൂവൽ ലെറ്റർ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ഗ്ലോബൽ അഡ്വാൻറ്റേജ് സ്കീം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവരെന്തുകൊണ്ടാണ് ഈ പ്രീമിയം യൂണിവേഴ്സിറ്റീസിൽ ഓഫർ ലെറ്റർ കിട്ടിയ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന കാരണം ആ കോളേജിൽ പഠിച്ച അവർക്ക് എന്തായാലും പ്ലേസ്മെന്റ്സ് ഉറപ്പാണ്, അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കുറെ ഉണ്ട്. അപ്പൊ അവരെന്തായാലും ലോൺ തിരിച്ചടയ്ക്കുമെന്ന് അവർക്ക് ഉറപ്പാണ്. പിന്നെ ഈ സ്കീം കൊണ്ട് നിങ്ങൾക്ക് വിസ പ്രോസസ്സിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നുണ്ടോ? കാരണം വിസ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒരു ഇനിഷ്യൽ പേയ്മെന്റ് അടയ്ക്കേണ്ടി വരും. ഫീസിന് എല്ലാ യൂണിവേഴ്സിറ്റീസും ഒരു ഇനിഷ്യൽ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടി പറയും. അപ്പൊ ആ പേയ്മെന്റ് നമ്മൾ സ്വന്തമായിട്ട് എടുക്കാണ്ട് നമ്മൾ ബാങ്കിൽ നിന്നാണ് എടുക്കുന്നെങ്കിൽ അത് കുറച്ച് അഡ്വാൻറ്റേജ് ആയിരിക്കും വിസയ്ക്ക്. കാരണം നമുക്ക് ഓൾറെഡി ബാങ്ക് എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആയി, ഒരു സാങ്ഷൻ ലെറ്റർ വയ്ക്കും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ. ആൻഡ് സാങ്ഷൻ ആയി അതിലൂടെയാണ് നമ്മൾ ഇനിഷ്യൽ പേയ്മെന്റ് അടച്ചു എന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ വിസയ്ക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആൻഡ് കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടാൻ നമുക്ക് സഹായിക്കുന്നതാണ്. പിന്നെ എത്ര വരെ കിട്ടും എന്ന് അറിയണ്ടേ? സോ എല്ലാ ബാങ്കും ഈ സ്കീമിലൂടെ കൊടുക്കുന്നത് അപ് ടു 50 lakhs ആണ്. എന്റെ കേസിൽ അതിനെക്കാട്ടി കൂടുതലായിരുന്നു. ബിക്കോസ് ഈ പ്രീമിയം കോളേജസ് എന്ന് പറയുമ്പോൾ എന്തായാലും അവരുടെ ഫീസ് നല്ല കൂടുതലാണ്. ആൻഡ് ഇപ്പോൾ കറൻസി റേറ്റും വളരെ കൂടുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ ഫീസ് സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും ഈ 50 lakhs എബവ് ആയിരിക്കും. ബട്ട് ഇപ്പോൾ നിങ്ങളുടെ ഫീസ് സ്ട്രക്ചർ 40 lakhs ഉള്ളൂ, ബട്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടി 50 lakhs വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കറക്റ്റ് കാൽക്കുലേഷൻ ഇൻ AUD അല്ലെങ്കിൽ നിങ്ങളുടെ പൗണ്ടിലാണെങ്കിലോ ആ ഒരു രീതിയിൽ നിങ്ങളത് കറക്റ്റ് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ 50 lakhs അപ് ടു നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how long it takes? പ്രോസസ് റഫ്ലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പ്രോസസ് വരുന്നത് ലോൺ എൻക്വയറി ആണ് ആൻഡ് ഡോക്യുമെന്റ് സബ്മിഷൻ, തേർഡ് വെരിഫിക്കേഷൻ, ഫോർത്ത് യൂണിവേഴ്സിറ്റി പ്രൊഫൈൽ ചെക്കിംഗ്, ഫിഫ്ത്ത് കോ അപ്ലിക്കന്റ് വെരിഫിക്കേഷൻ, സാങ്ഷൻ ലെറ്റർ. അപ്പോൾ ഇത് എനിക്കെടുത്ത ടൈം എന്ന് വെച്ചാൽ വെറും 1 week. സോ നെക്സ്റ്റ് ടിപ്പ് പറഞ്ഞാലോ? ബാങ്കുകാർക്ക് എന്തായാലും കുറെ ജോലിയുണ്ട്. അവർ ഇത് മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ബാങ്കിൽ പോവുക, അവരെ അപ്ഡേറ്റ്സ് അറിയാം. ഇതെല്ലാം സാങ്ഷൻ ആവും നമ്മൾ മെയിൻ ബ്രാഞ്ചിലായിരിക്കും. റാസ്മെക് എന്ന് പറയുന്നത് മെയിൻ ബ്രാഞ്ചിലായിരിക്കും. അപ്പൊ അവിടെയും പോയി നമ്മുടെ അപ്ഡേറ്റ്സ് എന്താണെന്ന് ഡെയിലി അറിയണം. ഈവൻ ദോ അത് ഫാർ ആണെങ്കിലും നമ്മൾ ഡെയിലി പോയാൽ വിത്തിൻ 1 week യു വിൽ ഗെറ്റ് ദ സാങ്ഷൻ ലെറ്റർ. അപ്പൊ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഇതിൽ വയ്ക്കണം എന്ന് പറഞ്ഞാലോ? സ്റ്റുഡന്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് ഡോക്യുമെന്റ് വേണ്ടത് പാസ്പോർട്ടാണ്.
പിന്നെ നമ്മൾ വയ്ക്കേണ്ടത് 10th-ലെയും 11th-ലെയും 12th-ലെയും ആൻഡ് കോളേജിൽ ഇപ്പൊ നമ്മൾ മാസ്റ്റേഴ്സാണ് പഠിക്കാൻ പോകുന്നെങ്കിൽ നിങ്ങളുടെ ബാച്ചിലേഴ്സിന്റെ മാർക്ക് ഷീറ്റ്സ് ആണ്. ബിക്കോസ് ഇവിടെ നമ്മൾ മെയിൻലി ആ സ്കീം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ അക്കാഡമിക് പ്രൊഫൈലാണ് നമ്മളിവിടെ സെക്യൂരിറ്റി ആയിട്ട് വെക്കുന്നത്. അതാണ് നമ്മൾ അതിലൂടെയാണ് അവർക്ക് ഓക്കെ ഈ സ്കീം തന്നാൽ നിങ്ങൾ തിരിച്ച് ലോൺ പേ ബാക്ക് ചെയ്യും എന്ന് മനസ്സിലാക്കുന്നത്. സോ നമ്മുടെ മാർക്ക് ഷീറ്റ്സ് ആണ് ഇവിടെ ഏറ്റവും മേജർ ഫാക്ടർ. പിന്നെ എല്ലാം പോലെ തന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്സ്, ഇപ്പൊ നിങ്ങൾ IELTS ആണോ PTA ആണോ എഴുതിയത് അതിന്റെ സ്കോർ, അതിന്റെ മാർക്ക് ഷീറ്റ്സ്, നിങ്ങളുടെ ഓഫർ ലെറ്റർ ഫ്രം യൂണിവേഴ്സിറ്റി, കണ്ടീഷണലും അൺകണ്ടീഷണൽ ഓഫർ ലെറ്റേഴ്സ്, പിന്നെ നിങ്ങളുടെ SOPs, COE, പിന്നെ ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ നിങ്ങളുടെ ഫീസിന്റെ സ്ട്രക്ചർ. നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് 4 സെം ഉള്ളെങ്കിൽ 4 സെമ്മിലും ഇൻഡിവിജ്വൽ സെമ്മിന്റെ ഫീസിന്റെ സ്ട്രക്ചർ വരച്ച് വെക്കുന്നുണ്ട്. നമുക്ക് വൺസ് എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആയാൽ അത് കഴിഞ്ഞ് നമ്മൾ വിസ പ്രോസസ്സിലോട്ട് പോകും. വിസ പ്രോസസ് സാങ്ഷൻ ആയാൽ ആ ഫോമും കൂടി നമ്മൾ ഈ ലോണിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നതാണ്. സോ ഇത്രയും സ്റ്റെപ്സ് കൊണ്ട് നമുക്ക് ലോൺ കിട്ടാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? സോ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ. ഇതെല്ലാം നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്ത് അല്ലെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്ത് സേവ് ചെയ്ത് വെക്കാണ്ട് ജസ്റ്റ് ഒരു ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഫോൾഡർ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടൈമും സ്ട്രെസ്സും സേവ് ആവും. സോ ദാറ്റ് ഈസ് എല്ലാ ലോണും പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു കോ അപ്ലിക്കന്റ് അല്ലെങ്കിൽ ഒരു ഗാർഡിയൻ വേണം. സോ കോ അപ്ലിക്കന്റ് എപ്പോഴും നിങ്ങളുടെ ഫാദറോ അല്ലെങ്കിൽ മദറോ അല്ലെങ്കിൽ സിബ്ലിങ്സോ ആണ് ആവേണ്ടത്. അപ്പോൾ അവരുടെ ഏതൊക്കെ ഡോക്യുമെന്റ്സ് വെക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, സാലറി സർട്ടിഫിക്കറ്റ്. ഇപ്പൊ നിങ്ങളുടെ ഗാർഡിയൻ ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ITR, എംപ്ലോയ്മെന്റ് സർട്ടിഫിക്കറ്റ്, അഡ്രസ് പ്രൂഫ്, പാസ്പോർട്ട് ആൻഡ് ഫോട്ടോസ് എല്ലാം കുറച്ച് പ്രിന്റ് എടുത്തിട്ട് വെച്ചോളൂ കേട്ടോ. കാരണം എന്റെ തന്നെ ഒരു 16 പ്രിന്റ് ഔട്ട്സ് വേണ്ടി വന്നു. അതേപോലെ നിങ്ങളുടെ ഗാർഡിയന്റെ ഫോട്ടോ എടുത്ത് വെക്കണം. അപ്പൊ ഇത്ര മാത്രം മതി ഗാർഡിയന്റെ ഡോക്യുമെന്റ്സ്. സിമ്പിൾ അല്ലേ? ഇപ്പൊ നിങ്ങളുടെ ഗാർഡിയൻസ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ GST, ഷോപ്പ് ലൈസൻസ്, ബിസിനസ് പ്രൂഫ് എന്നും കൂടി വെക്കണം. ബേസിക്കലി ഇതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ലോൺ പോലെ തന്നെ ഇപ്പൊ സ്റ്റുഡന്റ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഫാമിലി സ്റ്റേബിൾ ആണോ, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണോ ഈ ലോൺ റീപേ ചെയ്യാൻ. അതാണ് നമ്മൾ ഗാർഡിയന്റെ ഡോക്യുമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ചിന്തിക്കായിരിക്കും ഏതൊക്കെ ബാങ്ക് ആയിരിക്കും ഈ ലോൺ കൊടുക്കാന്ന് അല്ലെ? ഞാൻ ചൂസ് ചെയ്ത് SBI ആണ്. കാരണം എനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആ ബാങ്കിലാണ് കുറവായിട്ട് തോന്നിയത്. അതല്ലാണ്ട് തന്നെ നമുക്ക് ഇപ്പോ HDFC, ICICI, ആക്സിസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക് ഒക്കെ കൊടുക്കും. ആൻഡ് ഞാൻ പ്രൈവറ്റ് ബാങ്ക് അധികം ചൂസ് ചെയ്തില്ല കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ SBI ചൂസ് ചെയ്തത്. ആൻഡ് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സ്കീം വളരെ കുറച്ച് എംപ്ലോയീസിന് മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ തന്നെ ഒരു 3-4 ബ്രാഞ്ചിൽ പോയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സ്കീം ഉണ്ട്, അല്ലെങ്കിൽ അവര് മെയിൻ ബ്രാഞ്ചിൽ വിളിച്ച് ചോദിച്ചിട്ട് പറയുന്നത് ഇങ്ങനൊരു സ്കീം ഉണ്ട്, യു ക്യാൻ ഗോ അപ്ലൈ ദിസ്. പക്ഷെ കുറെ ബാങ്കുകാർക്ക് ഇപ്പോഴും അറിയില്ല അവർക്ക് ഇങ്ങനെ ഒരു സ്കീം ഉണ്ടെന്ന് തന്നെ. ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഈ ലിസ്റ്റ് ഓഫ് കോളേജസ് എല്ലാം പ്രിന്റ് എടുത്ത് അതിനൊപ്പം തന്നെ അവരുടെ സ്കീമും ഒക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് അവരുടെ കയ്യിൽ കൊടുത്തത്. അപ്പൊ അങ്ങനെയാണ് എന്റെ പ്രോസസ് കുറച്ചും കൂടി സ്പീഡപ്പ് ആയത്. അപ്പൊ ഈ സൈറ്റ് ഏതാണെന്നും ഈ സ്കീമിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസുമായിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം അവർ മെൻഷൻ ചെയ്ത പ്രീമിയം കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റും ഓൾമോസ്റ്റ് 150ഓളം കോളേജസ് ഉണ്ട്, അതിന്റെ ലിസ്റ്റും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ എൻ്റെ ഒരു കുട്ടി സ്റ്റോറി പറയുകയാണെങ്കിൽ എൻ്റെ വിസ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ കുറച്ച് ടഫായിരുന്നു. കാരണം ഞാൻ എൻ്റെ പാരൻസിനോട് ഇങ്ങനെയൊരു ഒരു സ്കീം ഉണ്ട്, സോ അത് നമുക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് പ്രോപ്പർട്ടി വെക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പർട്ടി വയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 50 lakhs-ഓളം പ്രോപ്പർട്ടി അതിന് വെയിറ്റേജ് വേണം. സോ അത്രയും വലിയ പ്രോപ്പർട്ടി വയ്ക്കാതെ തന്നെ നമുക്ക് ഇങ്ങനൊരു സ്കീമിൽ 50 lakhs-ഓളം കിട്ടും എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഈവൻ മൈ റിലേറ്റീവ്സ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആരും വിശ്വസിച്ചില്ല. കാരണം എനിക്ക് അവർ തെറ്റു പറയാൻ പറ്റില്ല. സോ ബട്ട് ഞാൻ കുറെ ബ്രാഞ്ചസിൽ പോയിട്ട് അവരും പറഞ്ഞു ഇത് ഉണ്ടാവില്ല അങ്ങനെയാണ്. പക്ഷെ എനിക്കൊരു ഇന്ത്യൻ ബാങ്കിൽ പോയപ്പോഴാണ് ആദ്യം എനിക്കവർ പറഞ്ഞു ഇങ്ങനൊരു സ്കീം ഉണ്ട്, ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ SBIയിൽ അത് ഫുൾ സെർച്ച് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് പോയിട്ട് അവർക്കത് ഇങ്ങനെ സ്കീമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ ഒരു 5 to 6 ബാങ്ക്സ് പ്രിന്റ് ഔട്ട് എടുത്ത് റിസർച്ച് ചെയ്ത് കംപ്ലീറ്റ്ലി റിസർച്ച് ചെയ്തിട്ട് പോയിട്ടാണ് അവർ സമ്മതിച്ചത് ഇങ്ങനൊരു സ്കീം ഉണ്ട്. അവർ മെയിൻ ബ്രാഞ്ചിലൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങനെ സ്കീം ഉണ്ട്, ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്. സോ അതിനുശേഷം വളരെ സ്പീഡപ്പായി. പക്ഷെ അതുവരെ എത്താൻ കുറച്ച് നല്ല ടഫായി. എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് വിസ പ്രോസസ്സിനെ കാട്ടി ടഫായിട്ട് തോന്നിയ എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ആണ് കേട്ടോ. കാരണം എല്ലാവരും ചൂസ് ചെയ്ത പാത്ത് അല്ലാണ്ട് വേറൊരു പാത്ത് ഞാൻ ചൂസ് ചെയ്തുകൊണ്ടാണ് എനിക്കത് കുറച്ചും കൂടി ടഫായിട്ട് തോന്നിയത്. ബട്ട് എൻ്റെ ഒരു എന്താ പറയാ ബ്ലെസ്സിങ് കൊണ്ടായിരിക്കും അത് ലാസ്റ്റ് സക്സസ്ഫുൾ ആയത്. സോ ഇങ്ങനൊരു സ്കീം ഉണ്ട് ആൻഡ് യു ക്യാൻ അപ്ലൈ ദിസ് വെരി ഈസിലി, നിങ്ങൾക്ക് കിട്ടും. അത് പാസ് ഓൺ ചെയ്യണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇട്ടത് തന്നെ. സോ ഗൈസ്, എബ്രോഡ് പോകണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ
ലോൺ പ്രോസസ് കണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പ്രോപ്പർ യൂണിവേഴ്സിറ്റി, പ്രോപ്പർ ഡോക്യുമെന്റ്സ് ആൻഡ് നല്ലൊരു ഗൈഡൻസ് കിട്ടിയാൽ 1 വീക്ക് കൊണ്ട് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.